നമസ്കാരം. ഇന്ത്യൻ ടീമിനെ ലോക ചാമ്പ്യന്മാരാക്കിയ ശേഷം മുൻ കോച്ചും ഇതിഹാസ താരവുമായ രാഹുൽ ദ്രാവിഡ് IPLിലേക്ക് മടങ്ങിയെത്താൻ തയ്യാറെടുക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പഴയ തട്ടകമായ രാജസ്ഥാൻ റോയൽസിലേക്ക് മുഖ്യ പരിശീലകന്റെ റോളിൽ അദ്ദേഹം വന്നേക്കും എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ റോയൽസിനൊപ്പം ക്യാപ്റ്റനും ഉപദേശകനുമായുമെല്ലാം പ്രവർത്തിച്ചു കഴിഞ്ഞയാളാണ് ദ്രാവിഡ്. അതുകൊണ്ട് തന്നെ കോച്ചിന്റെ കുപ്പായത്തിൽ ഇന്ത്യൻ വൻമതിൽ വരുമ്പോൾ ആരാധകരുടെ പ്രതീക്ഷകൾ വാനോളമാണ്. ദ്രാവിഡിന്റെ വരവ് റോയൽസ് ക്യാപ്റ്റനും മലയാളി താരവുമായ സഞ്ജു സാംസന്റെ കരിയറിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരിക എന്നതാണ് ശ്രദ്ധേയകരമായ ഒരു ചോദ്യം. 2021 മുതൽ റോയൽസിനെ മികച്ച രീതിയിലാണ് സഞ്ജു നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ ഒരു തവണ ടീമിനെ റണ്ണറപ്പാക്കാനും ഒരു തവണ പ്ലേ ഓഫിലേക്ക് എത്തിക്കാനും അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. സഞ്ജുവും ടീം ഡയറക്ടറായ കുമാർ സംഗക്കാരും ചേർന്നുള്ള കോമ്പിനേഷൻ ക്ലിക്കായതാണ് റോയൽസിന് കരുത്തായത്. ടീം ഡയറക്ടറുടെയും കോച്ചിന്റെയും ഇരട്ട റോളുകളാണ് സംഘക്കാരയ്ക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ മുഖ്യ കോച്ചായി ദ്രാവിഡ് വരുമ്പോൾ അത് സഞ്ജുവിനെയും റോയൽസിനെയും എങ്ങനെയാകും ബാധിക്കുകയെന്ന് വിശദമായി നോക്കാം. സഞ്ജുവിനെ സംബന്ധിച്ച് ശരിക്കും ഗുരുതുല്യനായ വ്യക്തിയാണ് ദ്രാവിഡ്. ഇന്ത്യൻ ടീമിന്റെ മുഖ്യ കോച്ചായിരുന്നപ്പോൾ തന്നെ അദ്ദേഹം സഞ്ജുവിന് മതിയായ അവസരങ്ങൾ നൽകിയില്ല എന്ന് ശരി തന്നെയാണ്. പക്ഷേ റോയൽസിലേക്ക് വരുമ്പോൾ ഇവയൊന്നും സംഭവിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. സഞ്ജുവിനെ സംബന്ധിച്ച് സഞ്ജുവുമായി ബന്ധപ്പെടുത്തി ആരാധകർ പറയുന്നത് ദ്രാവിഡ് വന്നു കഴിഞ്ഞാൽ സഞ്ജുവിന്റെ കാര്യം കട്ടപ്പുകയെന്നൊക്കെയാണ്. കാരണം ഇന്ത്യൻ ടീമിൽ വേണ്ടത്ര അവസരങ്ങൾ ദ്രാവിഡ് സഞ്ജുവിന് നൽകിയില്ല എന്നും മറ്റു താരങ്ങൾക്ക് കൂടുതൽ പിന്തുണ അറിയിച്ചു എന്നുള്ള അഭ്യൂഹങ്ങളെല്ലാം ശക്തമാണ്. ഈ സാഹചര്യത്തിലാണ് റോയൽസിലേക്ക് ദ്രാവിഡ് വന്നാൽ അത് സഞ്ജുവിനെ നെഗറ്റീവായി ബാധിക്കുമെന്ന് ആരാധകർ പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്, സഞ്ജു രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനാണ്. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ കേന്ദ്രീകരിച്ചായിരിക്കും ടീം മൊത്തം കളിക്കുക. അതനുസരിച്ച് ദ്രാവിഡിനും സഞ്ജുവിനെ അത്രത്തോളം കൊണ്ടുപോയേ മതിയാകും. 2021 T20 ലോകകപ്പിന് ശേഷം ഇത്തവണത്തെ T20 ലോകകപ്പ് വരെ ഇന്ത്യൻ ടീമിനെ ദ്രാവിഡാണ് പരിശീലിപ്പിച്ചത്. ഈ കാലയളവിൽ ടീം കളിച്ച ICC ടൂർണമെന്റുകളിൽ ഒന്നിൽ മാത്രമേ അദ്ദേഹം സഞ്ജുവിനെ പരിഗണിച്ചിട്ടുള്ളൂ എന്ന കാര്യമാണ് ആരാധകരോട് പറയുന്നത്. ഇന്ത്യ ചാമ്പ്യന്മാരായ കഴിഞ്ഞ T20 ലോകകപ്പിലായിരുന്നു ഇത്. പക്ഷേ ഒരു മത്സരത്തിൽ പോലും അദ്ദേഹത്തെ കളിപ്പിക്കാൻ ദ്രാവിഡ് തയ്യാറായില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. പകരം ഋഷഭ് പന്ത് എല്ലാ മത്സരവും കളിക്കുകയും ചെയ്തു. ഏകദിന ഫോർമാറ്റിലെ മികച്ച റെക്കോർഡ് പരിഗണിക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ഏകദിന ലോകകപ്പിൽ സഞ്ജു സ്ഥാനം അർഹിച്ചിരുന്നു. പക്ഷേ ഏകദിനത്തിൽ മോശം റെക്കോർഡുള്ള T20 സ്പെഷ്യലിസ്റ്റ് കൂടിയായ സൂര്യകുമാർ യാദവിനെയാണ് ദ്രാവിഡ് പരിഗണിച്ചത്. അദ്ദേഹം ടൂർണമെന്റിൽ ദുരന്തമായി മാറുകയും ചെയ്തിരുന്നു. ഈ തരത്തിൽ കോച്ചായിരിക്കവേ വലിയ ടൂർണമെന്റുകളിലെല്ലാം സഞ്ജുവിനെ അവഗണിച്ചിട്ടുള്ളയാളാണ് ദ്രാവിഡ്. മാത്രമല്ല ഏകദിന ലോകകപ്പ് വരുമ്പോൾ T20 ടീമിലും T20 ലോകകപ്പ് വരുമ്പോൾ ഏകദിന ടീമിലും എടുത്ത സഞ്ജുവിനെ ഒതുക്കുന്നത് തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ റോയൽസ് കോച്ചായി ദ്രാവിഡ് എത്തുമ്പോൾ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി തെറിക്കുമോ എന്ന ആശങ്കയാണ് ആരാധകർക്കുള്ളത്. പക്ഷെ ദേശീയ ടീമും IPL ഫ്രാഞ്ചൈസിയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട് എന്നതാണ് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം. ദേശീയ ടീമിനെ പരിശീലിപ്പിക്കുമ്പോൾ പല കോണുകളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളും ഇടപെടലുകളും എല്ലാം തന്നെ തീർച്ചയായും ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു കോച്ച് എന്ന നിലയിൽ ദ്രാവിഡിനെ ഇത് കുഴപ്പത്തിലാക്കുകയും ചെയ്തിരിക്കാം. ഇതിന്റെ പശ്ചാത്തലത്തിലായിരിക്കും പല ഘട്ടങ്ങളിലും സഞ്ജുവിന് പ്രാധാന്യം കിട്ടാതെ പോയത്. പക്ഷേ റോയൽസിന്റെ കോച്ചാകുമ്പോൾ ഇത്രത്തോളം വെല്ലുവിളികൾ ദ്രാവിഡിന് ഉണ്ടാകില്ല എന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ സഞ്ജുവുമായി ചേർന്ന വളരെ മികച്ച രീതിയിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ദ്രാവിഡിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്ത്യൻ Under-19 ടീമിനൊപ്പവും ഇപ്പോൾ സീനിയർ ടീമിനൊപ്പവും എല്ലാം കോച്ച് എന്ന നിലയിൽ ലോക കിരീടം നേടിയിട്ടുള്ള ആളാണ് അദ്ദേഹം. വൈകാതെ തന്നെ റോയൽസിനെ IPL ചാമ്പ്യന്മാരാക്കാനും ദ്രാവിഡിന് സാധിക്കും. റോയൽസിനെ കിരീടത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അത് ക്യാപ്റ്റൻ എന്ന നിലയിൽ സഞ്ജുവിനെയും ഏറെ ഗുണം ചെയ്യും. ദേശീയ ടീമിൽ കൂടുതൽ അവസരങ്ങളും ഒരുപക്ഷെ T20 ടീമിന്റെ ക്യാപ്റ്റൻസിയുമെല്ലാം ഇത് അദ്ദേഹത്തിന് നേടിക്കൊടുത്തേക്കുകയും ചെയ്യും.